ഇപ്പോൾ പശ്ചിമേഷ്യയെ ദുരിതത്തിലാക്കിയ ഇറാനെതിരായ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായി റിപ്പോർട്ട്. ഒരു യുദ്ധം ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയും അദ്ദേഹത്തിന്റെ പ്രധാന സഹായികളും ഉടൻ ടെഹ്റാനിലെ വസതിയിൽ യോഗം ചേരുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലൂടെ ട്രംപിനും നെതന്യാഹുവിനും നേരത്തെ അറിയാമായിരുന്നു. ഇരുവരുടെയും ഫോൺ സംഭാഷണത്തെക്കുറിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആയത്തുള്ള അലി ഖമനേയിയെ വധിക്കാനും 2024 ട്രംപ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ വധിക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യാനും ഇതിലും നല്ലൊരു അവസരം ലഭിക്കില്ല എന്ന് നെതന്യാഹു ഫോണിലൂടെ അറിയിച്ചു. ഫോൺ കോൾ നടക്കുമ്പോഴേക്കും ഇറാനെതിരെ സൈനിക നടപടിക്ക് ട്രംപ് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ എപ്പോൾ, ഏത് സാഹചര്യത്തിൽ വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരുന്നില്ല. മേഖലയിൽ US സൈന്യം ആഴ്ചകളായി തമ്പടിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ചിരുന്ന ആക്രമണം മോശം കാലാവസ്ഥ കാരണം മാറ്റിവെക്കുകയായിരുന്നു. നെതന്യാഹുവിന്റെ വാദങ്ങൾ ട്രംപിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വ്യക്തമല്ലെങ്കിലും ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള അവസാന അവസരമാണിതെന്ന ഇന്റലിജൻസ് വിവരവും നെതന്യാഹുവിന്റെ സമ്മർദ്ദവുമാണ് ഫെബ്രുവരി 27 ഓപ്പറേഷൻ എപിക് ഫ്യൂറി എന്ന സൈനിക നടപടിക്ക് ഉത്തരവിടാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെയാണ് ആദ്യ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. അന്ന് വൈകിട്ട് ഖമനേയി കൊല്ലപ്പെട്ടതായി ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും ഈ സംഘർഷം ഒരു യുദ്ധ സാഹചര്യമാണ് മേഖലയിൽ ഒരുക്കിയത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇറാൻ രംഗത്ത് വന്നിരുന്നു. ക്രൂഡ് ഓയിൽ വില കുറയ്ക്കുന്നതിനും തന്റെ സൈനിക പദ്ധതികൾ നടപ്പിലാക്കാൻ സമയം തേടുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂടി അറിയിച്ചതായി അവരുടെ വാർത്താ ഏജൻസിയായ മെഹറാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം മേഖലയിലെ ചില രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് സംഘർഷം ലഘൂകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും ഇറാൻ വ്യക്തമാക്കി. ഈ യുദ്ധം ആരംഭിച്ചത് ഞങ്ങൾ കാരണമായിട്ടല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥനകൾ നടത്തേണ്ടത് USനോടാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കൂടുതൽ വിശദമായ വിശദീകരണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പൂർണ്ണവും സമ്പൂർണവുമായ പരിഹാരം കണ്ടെത്തുന്നതിനെക്കുറിച്ച് ഇറാനുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതായും ട്രംപ് അറിയിച്ചിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് പൂർണ്ണമായും തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ചർച്ചകൾ നടക്കുന്നുവെന്ന ട്രംപിന്റെ അറിയിപ്പ്. ഇറാൻ ഇത് നിഷേധിച്ചെങ്കിലും ട്രംപ് ചില US മാധ്യമങ്ങളോടും ചർച്ച നടത്തുന്നുവെന്ന് ആവർത്തിച്ചു. ഇതിനിടെ ട്രംപിന്റെ പ്രഖ്യാപനത്തിനു മുമ്പ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുർക്കി വിദേശകാര്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനും USഉം തമ്മിലുള്ള സംഘർഷത്തിൽ തുർക്കി മുൻപ് മധ്യസ്ഥത വഹിച്ചിരുന്നു. അതേസമയം മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തർ പങ്കാളിയല്ല എന്ന് ഒരു നയതന്ത്രജ്ഞൻ അറിയിച്ചതായി CNN റിപ്പോർട്ട് ചെയ്തു. ചർച്ചകളുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രസ്താവനകൾക്കിടയിലും ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. ടെഹ്റാനിലെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തുകയാണെന്ന് IDF അറിയിച്ചു. അതേസമയം ചർച്ചയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയ്ക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടുമുണ്ട്. ഇറാനുമായി ചർച്ചകൾ നടത്തി യുദ്ധം അവസാനിപ്പിക്കേണ്ട സമയമാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ ഓസ്ട്രേലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് തടയാനുള്ള ഇറാന്റെ ശ്രമങ്ങളെയും വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും അവർ ശക്തമായി അപലപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.